എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ചെറിയ യാത്രയിലേക്കാണ്. നമ്മൾ പോകുന്നത് മലേഷ്യയിലെ വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ എത്തിയാൽ മലേഷ്യയിലാണെന്നത് ചില സമയങ്ങളിലെങ്കിലും മറന്നുപോകും. കോൾമർ ട്രോപ്പിക്കൽ എന്നാണ് ഇവിടം അറിയപ്പെടുന്നത്. ഈ സ്ഥലപ്പേരിന്റെ ഉച്ചാരണത്തിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം കേട്ടോ. മലേഷ്യയിലെ പഹാങ് എന്ന സംസ്ഥാനത്തിലെ മലമുകളിലുള്ള ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഗ്രാമമാണിത്. കോലാലംപൂരിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. ബുക്കിറ്റ് എന്ന മലയോര മേഖലയിലാണ് ഈ ഫ്രഞ്ച് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2600 അടി ഉയരത്തിൽ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വളരെ ശാന്തവും കുളിർമയുള്ളതുമായ ഒരു കാലാവസ്ഥയാണ് ഇവിടെ. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെയുള്ള കെട്ടിടങ്ങൾ, വഴികൾ, കഫേകൾ, ഗാർഡൻ ഇതെല്ലാം തന്നെ ഫ്രാൻസിലെ ഒരു ചെറിയ ഗ്രാമം പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ കോണും ഫോട്ടോയെടുക്കാൻ പറ്റുന്ന മനോഹരമായ സ്ഥലങ്ങളാണ്. നിറമുള്ള കെട്ടിടങ്ങളും ചെറിയ ജനലുകളും കല്ലുപാതകളും എല്ലാം വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം മലേഷ്യയിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നത്. മലേഷ്യയിൽ ഫ്രഞ്ച് ഗ്രാമം എന്ന പേരിൽ ഇതുപോലൊരു സ്ഥലം സെറ്റ് ചെയ്തെടുത്തതിനു പിന്നിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാകുമല്ലോ എന്ന് തപ്പിയ എന്നോട് ഗൂഗിൾ ചേച്ചി പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. ഫ്രാൻസിലെ വടക്ക് കിഴക്കൻ ഭാഗത്തുള്ള കോൾമർ എന്നൊരു പ്രശസ്തമായ ഒരു കുഞ്ഞു ഗ്രാമം. മലേഷ്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മഹാതിർ മുഹമ്മദ് ഒരിക്കൽ ഈ ഗ്രാമം സന്ദർശിക്കുകയും ഈ ഗ്രാമത്തിന്റെ ഭംഗിയിൽ ആകൃഷ്ടനാവുകയും ചെയ്തു. മലേഷ്യയിലും ഇതുപോലെ മനോഹരമായ ഒരു ഗ്രാമം വേണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ തുടർന്ന് 2000-2001 കാലഘട്ടത്തിൽ മലേഷ്യയിലെ പ്രമുഖ കമ്പനിയായ ബെർജിയ ഗ്രൂപ്പാണ് ഇങ്ങനൊരു ഗ്രാമം നിർമ്മിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിവിടെ കിട്ടുന്ന സമാധാനമാണ്. നഗരത്തിലെ തിരക്കുകളും ശബ്ദങ്ങളും എല്ലാം മറന്ന് കുറച്ചു സമയം മനസ്സിനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. മൂടൽമഞ്ഞ് വരുന്ന സമയത്ത് ഈ ഗ്രാമം കാണാൻ കൂടുതൽ മനോഹരമാകും. മലേഷ്യയിൽ താമസിക്കുന്ന മലയാളികൾക്കും ഇവിടെ എത്താൻ വളരെ എളുപ്പമാണ്. വീക്കെൻഡിൽ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയ മികച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. ഇവിടെ നേരിട്ട് എത്തി കാണുന്നതിന്റെ ഒരു ഭംഗി ഒരിക്കലും ഒരു വീഡിയോയിൽ പൂർണ്ണമായും പകർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയേറെ മനോഹരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും. നമ്മളിപ്പോൾ നടക്കുന്നത് ഫ്രഞ്ച് വില്ലേജിലെ വ്യൂവിംഗ് ഡെക്കിലേക്കാണ്. ഒരു ചെറിയ ടവർ എന്നൊക്കെ പറയാം. ഇതിന്റെ മുകളിൽ നിന്നാൽ നമുക്ക് ഈ വില്ലേജിന്റെ ഭംഗി പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റും. ഒരു ഗ്രാമത്തിന്റെ മനോഹരമായ ചിത്രം ക്യാൻവാസിൽ വരച്ചു വെച്ചിരിക്കുന്നത് പോലെ അത്രമേൽ ഹൃദ്യമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. വോയിസ് ഓവർ കൊടുക്കാതെ കഴിഞ്ഞ കുറച്ച് സമയത്തെ വീഡിയോ ഞാൻ പ്ലേ ചെയ്തത് എത്രയേറെ ടൂറിസ്റ്റുകൾ വന്നാലും ഇവിടം എത്ര ശാന്തമാണ്, മറ്റ് ശബ്ദങ്ങളൊന്നും ഇല്ലാതെ എന്നറിയിക്കാൻ വേണ്ടിയാണ്. ഈ വില്ലേജിന് പുറത്തും മനോഹരമായ ഒട്ടേറെ കാഴ്ചകൾ കാണാനുണ്ട്. ഫ്രഞ്ച് വില്ലേജുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഗാർഡൻ, ബ്രിഡ്ജ് തുടങ്ങിയവയൊക്കെ. ഇവാമോൾ വില്ലേജിനുള്ളിൽ കയറിയപ്പോൾ കണ്ടുവച്ച ഒരു പമ്പര സ്വന്തമാക്കിയ സന്തോഷത്തിൽ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തോട്ട് നടക്കുകയാണ്. താരതമ്യേന തിരക്ക് കുറഞ്ഞ ദിവസങ്ങൾ തിരഞ്ഞെടുത്താണ് ഞങ്ങൾ കൊച്ചു കൊച്ചു യാത്രകൾ നടത്താറുള്ളത്. യാത്ര ചെയ്യാനും വിസിറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് താല്പര്യം ഒത്തിരി ബഹളമോ ഒച്ചപ്പാടോ ഒന്നുമില്ലാത്ത ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. ഇത്ര വർഷം മലേഷ്യയിൽ ഉണ്ടായിട്ടും മറ്റ് സ്ഥലങ്ങളെക്കാൾ അടുത്തായിരുന്നിട്ടും ഈ ഒരു സ്ഥലം സന്ദർശിക്കാൻ വൈകിയല്ലോ എന്നൊരു സങ്കടം. ഈ രാജ്യത്തെ മറ്റ് സ്ഥലങ്ങളെക്കാൾ എന്നെ ആകർഷിച്ച ഒരു സ്ഥലം ഇതാണ്. വീണ്ടും വീണ്ടും വരണം എന്നൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം. മലേഷ്യയിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കാഴ്ചയിലും കാലാവസ്ഥയിലും തികച്ചും വ്യത്യസ്തത പുലർത്തുന്നത് കൊണ്ടാവാം ഈ സ്ഥലത്തോട് കുറച്ച് ഇഷ്ടക്കൂടുതൽ. ഇനി നമ്മൾ പോകുന്നത് ഫ്രഞ്ച് വില്ലേജിലെ പാലം കാണാനാണ്. ഫ്രാൻസിലെ പഴയ ഗ്രാമങ്ങളുടെ ശൈലി അനുസരിച്ച് നിർമ്മിച്ച ഈ ഭാഗം
സന്ദർശകർക്ക് യൂറോപ്പിലെ ഒരു ചെറിയ പട്ടണത്തിലെത്തിയിരിക്കുന്ന അനുഭവം നൽകും. പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിടങ്ങളും മനോഹരമായ കാഴ്ചകളും ഈ സ്ഥലത്തെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. ഞങ്ങൾ വില്ലേജിനുള്ളിലോട്ട് പോകുന്ന സമയത്ത് ഈ പാലത്തിന് മുകളിൽ ഫോട്ടോയെടുക്കാനൊക്കെയായി കുറച്ച് ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് വില്ലേജിനുള്ളിൽ കയറി തിരിച്ചു വന്നിട്ടാകാം ഇവിടുത്തെ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും എന്നൊക്കെ കരുതി തിരിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മനോഹരമായ ഒത്തിരി കാഴ്ചകളുണ്ട്. കൂടുതലായിട്ടൊന്നും പറയാനില്ലാത്തതിനാൽ ചെറിയ മ്യൂസിക് ഇട്ട് നമുക്കതൊക്കെ ഒന്ന് കാണാം കേട്ടോ. പിന്നെ ഇതിൽ പറയാൻ വിട്ടുപോയ ചെറിയൊരു കാര്യമുണ്ട്. ഇങ്ങോട്ട് വരണമെങ്കിൽ ചെറിയൊരു എൻട്രി ഫീ ഉണ്ട്. 15 റിംഗറ്റിന് താഴെയാണ് അത് വരിക. ഫ്രഞ്ച് വില്ലേജിനോടൊപ്പം ഏകദേശം ഇതേ ഏരിയയിലുള്ള റാബിറ്റ് പാർക്ക്, അതുപോലെ തന്നെ ജാപ്പനീസ് വില്ലേജ്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ആ ഒരൊറ്റ എൻട്രി ഫീ കൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്നതാണ്.